നമസ്കാരം. വെള്ളിട്ട് എന്ന സിനിമയുടെ 4K പതിപ്പ് നാളെ റിലീസ് ചെയ്യുകയാണ്. കുറച്ചു മുമ്പ് ചിത്രത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 120 സെന്ററുകളിലാണ് ചിത്രം നാളെ കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. നിലവിലുള്ള ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിന്റെ പ്രീ സെയിൽ കേരളത്തിൽ എത്ര നേടിയെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ട്രാക്കിംഗ് വെബ്സൈറ്റുകളൊക്കെ കൃത്യമായ ഒരു ഡാറ്റ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പോലും ചില ഡാറ്റകൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വെള്ളിട്ട് എന്ന സിനിമയുടെ 4K പതിപ്പ് നാളെ റിലീസ് ചെയ്യുകയാണ് തിയേറ്ററുകളിലേക്ക്. മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഏറ്റവും അധികം ആദ്യദിന സ്ക്രീൻ കൗണ്ടുകൾ ലഭിക്കുന്ന ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ വെള്ളിയേട്ടൻ എത്തിയിരിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നാളെ 120 കേന്ദ്രങ്ങളിലാണ് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ലാലേട്ടന്റെ സ്ഫടികമാണ് കേരളത്തിൽ ആദ്യ ദിവസവും ഏറ്റവും കൂടുതൽ സ്ക്രീനുകൾ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം. 140 സ്ക്രീനിലാണ് സ്ഫടികം അന്ന് റിലീസ് ചെയ്തത്. അപ്പോൾ വെള്ളിയേട്ടൻ സിനിമയുടെ 4K പതിപ്പിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് 9 മണി വരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 352 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. 9 മണി വരെയുള്ള ചിത്രത്തിന്റെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് ഏകദേശം 17 ലക്ഷം രൂപയാണ്. മികച്ചൊരു അഡ്വാൻസ് പ്രീ സെയിൽ തന്നെയാണ് ചിത്രത്തിന്റെ റിലീസ് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ കൊച്ചിയിൽ 5 ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 1 ഫാസ്റ്റ് ഫില്ലിങ്ങും തിരുവനന്തപുരത്ത് 2 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും കാണുന്നുണ്ട്. അതോടൊപ്പം സിനിമാ പ്രേമികൾക്ക് നാളെ വെള്ളിയേട്ടൻ എന്ന സിനിമ അല്ലെങ്കിൽ ഏത് സിനിമയും 99 രൂപക്ക് കാണാനുള്ള ആസ്വദിക്കാനുള്ള അവസരമാണ് തിയേറ്ററുകളിൽ നാളെ ലഭിക്കുക. 2000 വെള്ളിയേട്ടൻ ആദ്യം റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 42 മിനിറ്റുമായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ 4K പതിപ്പ് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് അധികം ഡ്യൂറേഷൻ ഇപ്പോൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പല സീനുകളും ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളിയേട്ടന്റെ 4K പതിപ്പ് നാളെ റിലീസ് പതിപ്പിലൂടെ വീണ്ടും കാണാൻ പോകുമ്പോൾ ആ ഒരു സീനൊക്കെ പുതിയൊരു അനുഭവമായി മാറുകയും ചെയ്യും. പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ അഡ്വാൻസ് പ്രീ സെയില് എത്ര കളക്ഷൻ നേടാൻ സാധ്യതയുണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.